നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അത് സമ്മതിച്ചു. നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നു. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പതറി. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ മരുമകൻ മന്ത്രിയാണ്. തട്ടിപ്പ് നടന്നാൽ തക്ക നടപടിയെടുക്കുമെന്നാണ് നിയമസഭയെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. PSC അംഗ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് പാർട്ടിയുടെ നേതാവ് തട്ടിച്ചെടുത്തത്. പാർട്ടിയിലെ യുവനേതാവിനെതിരെ പരാതിയുമായി ആദ്യം രംഗത്തിറങ്ങിയത് മുഹമ്മദ് റിയാസ്. PSC അംഗമാക്കാം എന്ന വാഗ്ദാനം നൽകി കോഴ വാങ്ങി എന്ന പരാതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. ഇവിടെ നടപടിയെടുക്കേണ്ടത് പാർട്ടിയാണോ അതോ പോലീസാണോ? എന്തുകൊണ്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നില്ല, അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM-നും MV ഗോവിന്ദനുമൊക്കെ ബാധ്യതയുണ്ട്. പ്രമോദ് കോട്ടുളിക്കെതിരെ പരാതി നൽകിയത് മുഹമ്മദ് റിയാസാണ് എന്നതിൽ നിന്ന് റിയാസിന് തലയൂരാൻ പറ്റുമോ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന്? പ്രമോദിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടി അനുഭാവിയാണ് പ്രമോദിന് പണം കൊടുത്തത്. PSC അംഗത്വം നൽകുന്നതിനായി പ്രമോദ് മുന്നോട്ട് വെച്ച തുക 60 ലക്ഷം രൂപ. CITU ഭാരവാഹിയാണ് പ്രമോദ് കോട്ടുളി. PSC അംഗത്വം നൽകാൻ പ്രമോദ് ആവശ്യപ്പെട്ടത് 60 ലക്ഷം രൂപ. 22 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റി. എന്നാൽ PSC അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ പണം നൽകിയ വ്യക്തിയുടെ പേര് മാത്രം ലിസ്റ്റിലില്ല. ഇതോടെ അഡ്വാൻസായി നൽകിയ 22 ലക്ഷം രൂപ അയാൾ തിരികെ ചോദിച്ചു. പകരം മറ്റൊരു പോസ്റ്റ് പ്രമോദ് വാഗ്ദാനം ചെയ്തു. ഇതൊക്കെ വാഗ്ദാനം ചെയ്യുമ്പോൾ തനിക്കൊപ്പം മുഹമ്മദ് റിയാസും സച്ചിൻ ദേവുമുണ്ട് എന്നതാണ് പ്രമോദ് കോട്ടുളിയുടെ വാഗ്ദാനം. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരപ്പെടുത്തി തരാം എന്ന വാഗ്ദാനമാണ് പ്രമോദ് കോട്ടുളി നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഇത്തരമൊരു കച്ചവടത്തിന് പ്രമോദ് കോട്ടുളിക്ക് ഒറ്റയ്ക്കെങ്ങനെ ധൈര്യം കിട്ടുന്നു? ഒരുപക്ഷെ തർക്കവും വഴക്കും പിന്നീട് അലമ്പുമായപ്പോൾ മുഹമ്മദ് റിയാസ് കൈയൊഴിഞ്ഞതാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. മുഹമ്മദ് റിയാസിന് പുറമെ MLA-മാരായ KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉൾപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പണം നഷ്ടപ്പെട്ടയാൾ പറയുന്നത്. എന്നാൽ പണം നഷ്ടപ്പെട്ട വ്യക്തി പാർട്ടി അനുഭാവി ആയതുകൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെയും സച്ചിൻ ദേവിനെതിരെയും പരാതി നൽകാൻ അയാൾക്ക് ത്രാണിയില്ല. പകരം പ്രമോദ് കോട്ടുളി പണം വാങ്ങി എന്ന വിഷയത്തിൽ ഇക്കാര്യം മുഹമ്മദ് റിയാസുമായി ഇയാൾ സംസാരിച്ചു. ഗത്യന്തരമില്ലാതെ മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി നൽകി. തന്റെ പേരിൽ പ്രമോദ് കോട്ടുളി പണം വാങ്ങിയെന്നാണ് മുഹമ്മദ് റിയാസ് പാർട്ടിയോട് പരാതി പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പാർട്ടി തലത്തിൽ പരിശോധനകൾ നടത്തി അന്വേഷണം നടത്തി പ്രമോദ് കോട്ടുളി തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി. തട്ടിപ്പുകളും അഴിമതികളും ഒക്കെ നടക്കുമ്പോൾ ഇത് അന്വേഷിക്കാൻ ഒരു പാർട്ടി, അതിൽ തീർപ്പ് കൽപ്പിക്കാൻ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ, പാർട്ടിയുടെ കോടതി, ഇത്തരം സംവിധാനങ്ങളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. പാർട്ടി പൂർണ്ണമായി മാഫിയ സംഘങ്ങൾക്ക് കീഴടങ്ങി എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. ഇവിടെ അഴിമതി പണത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നു, പരസ്പരം പരാതികൾ ഉയർത്തുന്നു. PM മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് പ്രമോദ് കോട്ടുളി. വർഷങ്ങളായി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും വിശ്വസ്തൻ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ പരാതി ഉയർന്നു കത്തിയത്. തുടർന്ന് ഒത്തുതീർപ്പാക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. ഒത്തുതീർപ്പിൽ എത്താൻ കഴിയാതെ വന്നതോടെ ഇപ്പോൾ പരാതിയുടെ വക്കിലായി, തമ്മിൽ തല്ലിന്റെ വക്കിലായി. പ്രമോദ് കോട്ടുളി പണം തിരികെ കൊടുത്തില്ല എന്നിടത്താണ് ഒത്തുതീർപ്പ് പൊളിഞ്ഞടുങ്ങിയത്. യുവനേതാവിന് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു ഡീൽ നടത്താൻ ത്രാണിയില്ല എന്ന ചിന്താഗതിയാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിനും. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുതിർന്ന നേതാക്കളെ സംശയിക്കുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നാണ് മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം. പ്രമോദ് കോട്ടുളി മുൻപും പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി എന്ന സൂചനകൾ പുറത്തു വരുന്നു. കോട്ടുളി മാത്രമല്ല, പാർട്ടിയുടെ പല ഉയർന്ന നേതാക്കളും കോഴിക്കോട് വ്യാപകമായി പിരിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം നേതാക്കൾക്ക് പണം നൽകിയാൽ പിന്നീട് PSCയുടെ ലിസ്റ്റ് ഇറങ്ങുമ്പോഴോ മറ്റ് ലിസ്റ്റുകൾ പുറത്തിറങ്ങുമ്പോഴോ അവരുടെ പേരുകളുണ്ടെങ്കിൽ പിന്നെ പണത്തിൻ്റെ പേരിൽ തർക്കമുയരാറില്ല. ഇവിടെ PSC അംഗത്വ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ പണം നൽകിയ ആളുടെ പേരില്ല എന്നിടത്താണ് വിവാദങ്ങൾ കത്തിയാളിയത്, പരസ്പരം തർക്കങ്ങൾ തുടങ്ങിയത്. മിക്ക അഴിമതികളിലും റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാം എന്ന വ്യവസ്ഥയാണ് ഇടനിലക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.
അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ വ്യാപക കച്ചവടത്തിന്റെ വിവരങ്ങളും പുറത്തുവരുന്നു. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ചില കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും ഒക്കെ നിയന്ത്രിക്കുന്നത് കുറച്ച് നേതാക്കൾ ഉൾപ്പെട്ട കോക്കസ് ആണ് എന്നത് ഏറെക്കാലമായി ഉയർന്നു കേൾക്കുന്ന ഒരു പരാതി. വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് ഡീലുകൾക്കും ഈ കോക്കസിനെ സമീപിച്ചാൽ മതി. ഒന്നുകിൽ റിയാസ് വഴി അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി എന്ന വാഗ്ദാനം ഇവർ മുന്നോട്ട് വയ്ക്കും. പിന്നീട് പണം വാങ്ങി കാര്യം നടത്തിക്കൊടുക്കുകയാണ് ഇവരുടെ സ്ഥിരം ശൈലി. കോഴ ആരോപണം സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി നൽകുന്നു. ഇത് അന്വേഷിക്കാൻ ഒരു 4 അംഗ കമ്മീഷനെ CPM നിയോഗിക്കുന്നു. അവർ പരാതിക്കാരുടെ കയ്യിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ സമാന്തര പോലീസ് സ്റ്റേഷൻ പ്രവർത്തനമല്ലേ? കേരളത്തിന്റെ ഭരണ സംവിധാനം നിർവഹിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ഒരു മാഫിയ കോക്കസ് സംഘമാണ് എന്നത് വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് ഇത്തരം പരാതികൾ ആദ്യം എത്തേണ്ടത് പോലീസിന്റെ മുന്നിലാണ്. അവരാണ് അന്വേഷിച്ച് തെറ്റുകാർ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. CPMലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് പ്രമോദ് കോട്ടുള്ളി. ഏത് നേതാവിന്റെ വസതിയിലും ഏത് മന്ത്രിയുടെ ഓഫീസിലും യഥേഷ്ടം കയറിച്ചെല്ലാൻ കഴിയുന്ന ഉന്നത നേതാവ്. അത്തരമൊരു വ്യക്തി വെറുതെ മുഹമ്മദ് റിയാസിന്റെ പേരിൽ 60 ലക്ഷം രൂപ കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങുമോ? സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു വെച്ചു. ഗോവിന്ദനും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെന്നർത്ഥം. ചുരുക്കത്തിൽ പാർട്ടിയിലെ മാഫിയ സംഘങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. PSC അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പണം നൽകിയ വ്യക്തിയുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോട്ടുള്ളിയുടെ വാഗ്ദാനം മറ്റൊന്ന്. ആയുഷിൽ ഉയർന്ന പദവിയാണ് പിന്നീട് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത്. പിന്നീട് ആയുഷ് ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ പേരില്ല. തുടർന്നാണ് ഡോക്ടർ പരാതിയുമായി പാർട്ടിയെ സമീപിച്ചത്. ഒരു ഡോക്ടറെ ഇത്ര നിഷ്പ്രയാസം പ്രമോദ് കോട്ടുള്ളിക്ക് കബളിപ്പിക്കാൻ കഴിയുമോ? അതും മുഹമ്മദ് റിയാസിന്റെ പേരിൽ. ഈ ഡോക്ടറിന് നേരത്തെ തന്നെ മുഹമ്മദ് റിയാസിനെ പരിചയമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവത്തിന് ശേഷം മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് 22 ലക്ഷം രൂപ തനിക്ക് തിരികെ തരണം എന്ന ആവശ്യമുന്നയിച്ചത്. മന്ത്രിയുടെ പരാതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ മന്ത്രി റിയാസ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. 1 മാസം മുൻപ് നൽകിയ പരാതിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കോഴിക്കോട് ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളും തർക്കങ്ങളുമൊക്കെ തുടർച്ചയായി നടന്നു. മാധ്യമങ്ങളിൽ ഇക്കാര്യം അച്ചുനിരത്തും എന്നുറപ്പായതോടെയാണ് മുഹമ്മദ് റിയാസ് തന്നെ ഇത് വ്യക്തമാക്കിയത്. പാർട്ടിയുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് പരാതിക്കാരനായ ഡോക്ടർ. സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ ഡോക്ടർ പരാതി നൽകി. പ്രാഥമിക അന്വേഷണം നടത്തി ഈ സംഭവത്തിൽ കഴമ്പുള്ളതായി പാർട്ടി കണ്ടെത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഈ കേസ് കൈമാറാത്തത്? ഉന്നത നേതാക്കളും ഒരുപക്ഷെ മന്ത്രി റിയാസുമൊക്കെ സംശയത്തിന്റെ കരിനിഴലിൽ പെടും എന്ന ഭയം തന്നെ. ഈ വിഷയം സംബന്ധിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകർ മുഹമ്മദ് റിയാസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തനിക്കറിയില്ല എന്ന നിസ്സംഗമായ ഉത്തരമാണ് റിയാസ് നൽകിയത്. റിയാസ് ആരെയാണ് ഭയപ്പെടുന്നത്? കോട്ടുള്ളി തെറ്റുകാരനാണ് എങ്കിൽ റിയാസ് എന്തുകൊണ്ട് അക്കാര്യം മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയില്ല? മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ പാർട്ടി സഖാക്കൾ പണം വാങ്ങി ഓടുന്ന കാഴ്ച മറുവശത്ത്. അഴിമതിയും തട്ടിപ്പുമൊക്കെ സർവത്ര വ്യാപകമായി എന്ന് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ തുടർച്ചയായി പറയുമ്പോൾ ഇക്കാര്യത്തിൽ മൗനം പുലർത്തിയിരുന്ന മുഖ്യമന്ത്രി ഒടുവിൽ ഗതികെട്ട് നിയമസഭയിൽ ഇക്കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചു. കേരളത്തിൽ പലവിധ തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. പ്രമോദ് കോട്ടുള്ളിയെ ബലിയാടാക്കുകയാണോ മറ്റു ചിലർ? ഉന്നത നേതാക്കൾക്ക് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ? കൂടുതൽ സംശയങ്ങളാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിൽ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.